ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് കീ കൊണ്ടുള്ളൊരു ടിപ്പാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ടേബിൾ, ഇപ്പം ഈ കാണുന്നൊരു ടേബിൾ ഇപ്പോൾ കാണാമല്ലോ. ഇവിടെ ടേബിൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെയിം, ലൊക്കേഷൻ, ഏജ്, ജോബ്, ഇത് കുറേ ഫീൽഡുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് ഞാൻ ഇത് ചില റോയുടെ വിഡ്ത്ത്, ചില കോളത്തിൻ്റെ വിഡ്ത്ത്, ഇതെല്ലാം ഡിഫറൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മാർക്ക് എന്നുള്ള ആ ഒരു കോളവും അനൂപ് എന്ന് പറഞ്ഞ കോളവും അതിൻ്റെ ഹൈറ്റ് എന്ന് നോക്കിയേ. ഹൈറ്റ് മാർക്കിൻ്റെ ചെറുതാണ്, അനൂപിൻ്റെ ഹൈറ്റ് കൂടുതലാണ്. അതുപോലെ ജയൻ എന്നുള്ള ഇതാണ് ഇച്ചിരി കൂടെ വ്യത്യാസമാണ്. ഇതെല്ലാം പല ഹൈറ്റും പിന്നെ ഓരോ റോസിനും വിഡ്ത്ത് വ്യത്യാസമുണ്ട്. ഒരു യൂണിഫോം ഇത് തോന്നില്ല, യൂണിഫോമിറ്റി നമുക്ക് തോന്നുന്നില്ല. അത് കാണുമ്പോൾ, അങ്ങനെ കാണുമ്പോൾ തന്നെ ആ ഒരു ടേബിൾ ഒരു അഭംഗിയാണ്. നമുക്ക് എവിടെയും പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗി കുറവ് കാണും. അപ്പോൾ അതെങ്ങനെ ഇതിപ്പോൾ നമുക്കത് മാനുവലി നമുക്കിവിടെ ഇങ്ങനെ ഓരോന്നോരോന്ന് വലിച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇതിപ്പം ഒന്നോ രണ്ടോ ഉള്ളെങ്കിൽ നമുക്കങ്ങനെ കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരു വലിയൊരു ടേബിളാണെങ്കിൽ, വലിയ ഡാറ്റ ഉള്ള ടേബിളാണെങ്കിൽ നമുക്കത് ഓരോന്നോരോന്ന് 1 by 1 വലിച്ചിരുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് 1-2 ഷോർട്ട് കട്ട് കീയും കൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാന്നുള്ളത് ഞാനിപ്പം കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ കോളത്തിൽ എവിടെയെങ്കിലും മൗസ് കൊണ്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം കൺട്രോൾ എ എന്നുള്ള ഷോർട്ട് കട്ട് കീ അപ്ലൈ ചെയ്യുക. കൺട്രോൾ എ. അപ്പോൾ കൺട്രോൾ എ അടിച്ച് കഴിയുമ്പം ഈ ടേബിൾ മൊത്തം സെലക്റ്റായി, കണ്ടില്ലേ? ഇതിന് ശേഷം നമ്മൾ അടുത്ത എന്ന് വെച്ചാൽ Alt+H+O+I, ഓൾട്ട് കീയും എച്ച് എന്നുള്ള കീയും ഒ എന്നുള്ള കീയും ഐ എന്നുള്ള കീയും പ്രസ് ചെയ്യുക. ആദ്യം ഓൾട്ട് ക്ലിക്ക് ചെയ്യുക, പിന്നെ HOI അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കാണിക്കാം. ഉണ്ടല്ലേ? Alt+HOI അടിച്ചപ്പം ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓരോ റോസിൻ്റെ ലെങ്ത് ഫിറ്റായിട്ടിരിക്കും. അത് ഒരു യൂണിഫോം ആയി, എല്ലാം കണ്ടാലും എക്സ്ട്രാ ഒന്നും പുറത്തോട്ട് പോകുന്നില്ല. അതായത് ലെങ്ത് കൂടിയൊന്നും ഇരിക്കുന്നില്ല. കറക്റ്റ് അതിനകത്ത് എന്താ കണ്ടന്റ് അതിനനുസരിച്ച് ഫിറ്റായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതിന് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കിടന്നത്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ Alt+HOI അടിച്ചപ്പോൾ ഇതുകൊണ്ട് ഈ ലൊക്കേഷനൊക്കെ ഉള്ള കുറേ സ്പേസ്, കുറേ വിഡ്ത്ത് കൂടുതലാണ്. ഇതിനൊന്നും ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് ചെറുതാക്കി കൊണ്ടുപോകാം, അതിന് ഫിറ്റായിട്ടിരിക്കും. അപ്പോൾ അതാ നമ്മളിപ്പം ചെയ്ത് Alt+HOI. ഇത് റോയുടെ വിഡ്ത്ത് ഫിറ്റായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് കോളത്തിൻ്റെ ഹൈറ്റാണ് ഫിറ്റാക്കേണ്ടത്. ഹൈറ്റും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതും ഇതുപോലെ ആദ്യം കൺട്രോൾ എ അടിക്കുക. അടിച്ച് സെലക്ട് ആയില്ലേ? പിന്നെ മുമ്പ് ഇതുപോലെ ഇച്ചിരി വ്യത്യാസമായ കീയാണ് Alt+HOA അതടിക്കുക. ആൾട്ട് കേൾക്കുക, HOA അല്ലേ? ഇത് മൊത്തം കോളത്തിൻ്റെ ഹൈറ്റ് ഫിറ്റായി, എല്ലാം ഒരു യൂണിഫോം മോഡലായി, എല്ലാം ഫിറ്റായി. കോളവും റോയും എല്ലാത്തിൻ്റെയും ഹൈറ്റും വിഡ്ത്തും ഫിറ്റായിട്ടിരിക്കുകയാണ്. ഒന്നുകൂടെ കാണിക്കാം. കോളം എങ്ങനെ ശരിയാക്കുന്നത് കാണിക്കാം. കൺട്രോൾ എ അടിക്കുക, സെലക്ട് ചെയ്യുക, Alt+HOA ഇതല്ലേ? വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്കത് വലിയ വലിയ ഡാറ്റ ഉള്ളപ്പോൾ അത് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ പല രീതിയിലാണ് കിടക്കുന്നെങ്കിൽ നിങ്ങൾക്കത് ഒറ്റ ഇതാക്കി ഫിറ്റാക്കി എടുക്കാനുള്ളൊരു ഫിറ്റാക്കി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു എളുപ്പ ഷോർട്ട് കട്ട് കീയാണ്. നിങ്ങൾക്ക് വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടായി ചാനൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. കാരണം പുതിയ വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.